ഹലോ, എല്ലാവർക്കും തന്നെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ +1ലാണ്. ഇനിയിപ്പോൾ ഈ ഒരു വർഷം കഴിഞ്ഞാൽ ഞാൻ +2ക്ക് പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ചോയ്സ് വരും. നീ ഏത് കരിയറാണ് ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇനി നിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളൊരു ചോദ്യം. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ സ്കൂളിലൊക്കെ ഒരുപാടധികം കുട്ടികളുണ്ട്. അവരൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, +1 കൊമേഴ്സ് എടുക്കുന്നു, അല്ലെങ്കിൽ മറ്റു പലരും അവരുടേതായ വിഷയങ്ങൾ എടുക്കുന്നു. പക്ഷെ അവരുടെ ഫ്യൂച്ചർ എന്താണ്? അവർ ഭാവിയിൽ ഇഷ്ടപ്പെട്ട ജോലികളാണോ ചെയ്യാൻ പോകുന്നത്? ഈ ചോദ്യം ഞാൻ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, അതിന് എൻ്റെ ഉത്തരം, ഞാൻ കണ്ടെത്തിയ ഉത്തരം എന്ന് വെച്ചാൽ, അവർ ഭാവിയിൽ ഒരിക്കലും അവർ ഇഷ്ടപ്പെട്ട ജോബല്ല. പകരം അവർ ഇഷ്ടപ്പെടുത്തിയ, അതായത് അവർ ഇനി ഭാവിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ അത് ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ പണം ഉണ്ടാക്കാൻ എന്നുള്ള രീതിയിൽ അവർ ജോലി ചെയ്യും, അല്ലെങ്കിൽ അവർ ആ ജോലിയോട് അഡാപ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെടും. ആ രണ്ട് വഴികളാണ്, അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ ഞാനിവിടെ പറയുന്നത്? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്നെപ്പോലെ ഒരുപാട് എനിക്കറിയാം എൻ്റെ ലൈഫിൽ ഇനി എങ്ങോട്ട് പോകണം. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാടധികം ഒരു മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് ഇൻ മൈ സ്കൂൾ അവർക്ക് അറിയില്ല എങ്ങോട്ട് ഈ ലൈഫ് എന്ന് പറയുന്നത് ഇനി എങ്ങോട്ട് പോകണമെന്ന്. അപ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞത്, പാഷൻ. ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ പാഷൻ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ, ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ കഴിവ് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ, അതൊരു വലിയൊരു വീക്കായിട്ടുള്ള പോയിൻ്റാണ്. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഏറ്റവും വലിയൊരു സ്കില്ല് എന്ന് പറയുന്നത്, അതെനിക്ക് ഫിലോസഫി നല്ലോണം അറിയുന്നതാണ്, അല്ലെങ്കിൽ ഫിലോസഫിക്കലി ഞാൻ ഇൻ്റലിജൻ്റ് ആണ്. അതായത് എൻ്റെ ഫിലോസഫി ഒരുപാട് പറയാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അത് പബ്ലിഷ് ചെയ്യാനും പറ്റും. അതുമാത്രമല്ല, എനിക്ക് എൻ്റേതായുള്ള കുറച്ച് സ്കിൽസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അതിനൊന്നും ലേബൽ ചെയ്ത് ഇങ്ങനെ പേര് പറഞ്ഞ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഞാൻ പറയുകയാണെങ്കിൽ, ഒരിക്കൽ സക്കർബർഗ് ഒരു കാര്യം പറഞ്ഞു, വർക്ക് ഓൺ യുവർ ഐഡിയാസ്. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല, നിങ്ങൾ ആ ഐഡിയക്ക് വേണ്ടി വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ട്, അതായത് ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ഇത്രയും കഴിവുകളുണ്ട്. പക്ഷെ കഴിവ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, അത് വെച്ച് പൈസ ഉണ്ടാക്കണം. അത് വെച്ചിട്ട് എന്തൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും, അത് വെച്ചിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇമ്പാക്റ്റ്, കപ്പാസിറ്റി, അതെന്താണ്? കപ്പാസിറ്റി പറഞ്ഞാൽ ഉണ്ടാക്കാനുള്ള ഒരു പൊട്ടൻഷ്യലാണ്. പക്ഷേ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇമ്പാക്റ്റ്. അതുകൊണ്ട് നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതാണ് ക്വസ്റ്റ്യൻ. ഞാൻ പറയാം, നിങ്ങളുടെ ഫ്യൂച്ചർ, ഇപ്പോൾ നിങ്ങൾ +1 +2 ആയിക്കോട്ടെ, ദ വൺ തിങ് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. നിങ്ങൾ ജസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ സ്കൂളിൽ ഒരുപാട് കുട്ടികൾ ഹാപ്പിയാണ്, അവരുടെ ഫ്രണ്ട്സിനെ പഠിച്ചു കൊടുക്കുന്നുണ്ട്, സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്കൂൾ അധിക ദിവസങ്ങൾ ലീവ് കിട്ടുമ്പോൾ അവരെ എൻജോയ് ചെയ്യും, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ ഒരൊറ്റ ക്വസ്റ്റ്യനുള്ളൂ, ഇനി +2 കഴിഞ്ഞിട്ട് എന്താണ്? അവർക്കൊരു പ്ലാനും ഇല്ല, ഒരു തേങ്ങയില്ല, ഒരു മാങ്ങയില്ല. അവർ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഫോളോ ചെയ്യുന്നു. അവർക്ക് ജസ്റ്റ് കൊമേഴ്സ് എടുക്കുകയാണെങ്കിൽ അവർ ഏതെങ്കിലും ഒരു കോഴ്സ് പിക്ക് ചെയ്യുന്നു. ഇതിനൊക്കെ മീനിങ് എന്താണ്? ഞാൻ പറയട്ടെ, ഒരു മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസിന് ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ കരിയർ ഗൈഡൻസ് ഉണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ കരിയർ ഗൈഡൻസ് ഉണ്ട്, ഏത് കരിയർ ചൂസ് ചെയ്യണമെങ്കിലൊക്കെ ഒരു. പക്ഷേ കുട്ടികൾ അതിൽ പോലും ഇൻട്രസ്റ്റഡ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരുപാട് കുട്ടികൾ അതിന് പിന്നോക്കം പോയത് ഞാൻ മനസ്സിലാക്കി. അവർക്ക് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഒരു കളിയാണ്, അവർ തമാശയാണ്. അവർ വെച്ചിട്ട് അവർ പ്രസൻറ്റിലാണ് ജീവിക്കുന്നത്, അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ കളിച്ച് സ്കൂളിൽ പഠിച്ചു പോകുന്നു. പക്ഷേ വാട്ട് ഈസ് ദ ഫ്യൂച്ചർ? അവരുടെ ഫ്യൂച്ചർ എന്താ? അവർ ഇഷ്ടപ്പെടുന്ന ജോലിയാണോ ചെയ്യാൻ പോകുന്നത്? അതുണ്ട്. നമുക്ക് ലൈഫിൽ നമ്മുടെ ഫ്യൂച്ചറിൽ സാറ്റിസ്ഫാക്ഷൻ വേണം. ഇപ്പോൾ എന്ന് പറയുന്നത് സ്കൂൾ എന്ന് പറയുന്നത് ഒരു കംഫർട്ട് സോണാണ്. അതിൽ കൂടുതലൊന്നുമില്ല സത്യം പറഞ്ഞാൽ. ഞാൻ ഈ സ്കൂളിൽ ഒരു കേജ് ആണെന്നോ മാട്രിക്സ് ആണോ ഒന്നും പറയില്ല. പക്ഷേ സ്കൂൾ ഇപ്പോൾ ഒരു കംഫർട്ട് സോണാണ്. അത് കഴിയും +1 +2 കഴിഞ്ഞാൽ പിന്നെ കോഴ്സ് എടുക്കേണ്ട ഒരു സമയം വരും. ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു പാഷൻ ഉണ്ടെങ്കിൽ അതിനെ ഫോളോ ചെയ്യുക. നിങ്ങൾക്കൊരു സ്കില്ലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ തുടങ്ങുക. അല്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങളത് റീൽസ് ഇടുക, യൂട്യൂബിലിടുക. നിങ്ങളത് വെച്ചിട്ട് നിങ്ങൾ ഓരോ പ്രോഗ്രാമിൽ പോയി ഡാൻസ് ചെയ്യുക. നിങ്ങൾ ആ ഡാൻസ് എന്ന സ്കില്ലിനെ നിങ്ങൾ ജസ്റ്റ് ആൾക്കാരുടെ മുന്നിൽ പ്രൊജക്റ്റ് ചെയ്യുക, ഏൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്, അത് വെച്ച് നിങ്ങൾ ഏൺ ചെയ്യും. അതാണ് പാഷൻ. അതായിരിക്കണം പാഷൻ. സോ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് ജസ്റ്റ് അവർ പാസ്സായി, കുറേ ആൾക്കാർ ഫെയിൽ ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പാസ്സായി, ഇപ്പോൾ ഞാൻ പറയാം, പാസ്സായാലും ഫെയിലായാലും ഒരു കാര്യമുണ്ട്, നമ്മുടെ ആ ഉള്ളിലുള്ള ഒരു ആഗ്രഹം, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മൾക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യാനുള്ള ആ ഒരാഗ്രഹം. ഞാൻ പറയുകയാണെങ്കിൽ, ഒരാൾ ചെറുപ്പത്തിൽ, ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരാൾ ചെറുപ്പത്തിൽ ഒരുപാട് സിനിമകൾ കാണുമായിരുന്നു. ഇപ്പോൾ ഒരുപാട് സിനിമകൾ കണ്ട സമയത്ത് അയാളുടെ മനസ്സിൽ ഫീൽ ചെയ്യണം അയാൾക്കൊരു ആക്ടറാവണം, അതായത് നടനാവണം. അങ്ങനെ അയാൾ ഒരുപാടധികം സിനിമകൾ കാണാൻ തുടങ്ങി. അയാൾക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു അഭിനിവേശം, ആ ഒരു പാഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ആ ഒരു കഠിനമായിട്ടുള്ള ആഗ്രഹം,
അതത് കൂടി വരാൻ തുടങ്ങി. അയാൾ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷേ ഈ സ്കൂളിൽ സിനിമയ്ക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. ഞാൻ ഒരു കാര്യം പറയാം. ക്രിസ്ത്യാനോ റൊണാൾഡോ, എങ്ങനെയാണ് റൊണാൾഡോ ഇത്രയും വലിയ ഫുട്ബോൾ പ്ലെയർ ആയത്? ബിക്കോസ് അദ്ദേഹത്തിൻ്റെ പാഷൻ ഫോളോ ചെയ്തു. എങ്ങനെയാണ് കലാം ഇന്ത്യയുടെ ഒരു പ്രസിഡൻ്റായി, അല്ലെങ്കിൽ ഇന്ത്യ അറിയപ്പെടുന്ന വലിയൊരു വ്യക്തിയായി? കാരണം അദ്ദേഹം ചെറുപ്പകാലത്ത് സ്വപ്നം കണ്ടിരുന്നു അദ്ദേഹം എവിടെ എത്തണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയർ. കാരണം പാഷനാണ്. ഓക്കെ, കാരണം കലാം പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ പിന്നാലെ പിന്തുടരണമെന്ന്. അതന്നെ, സ്വപ്നങ്ങളില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്താണ് സ്വപ്നങ്ങളില്ലാത്തത്? ഞാൻ പറയുകയാണെങ്കിൽ, ചില ആൾക്കാർ അവർ ഒരു കുടുംബത്തിൻ്റെ ഇഷ്ടം, അതായത് ഇപ്പാൻ്റെയും ഉമ്മാൻ്റെയും അല്ലെങ്കിൽ അച്ഛനമ്മയുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ മറ്റു കാരണങ്ങളാൽ ഒരു ജോലിയിലേക്ക് എന്ത് ചെയ്യാം, തള്ളപ്പെടാം. അങ്ങനെ ജോലിയിലേക്ക് തള്ളപ്പെട്ടിട്ട് പിന്നെ ആ ജോലി ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ആക്ച്വലി പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ജോബ് സെലക്ട് ചെയ്യാം, നിങ്ങൾക്കിഷ്ടമുള്ള ഒരു കരിയർ സെലക്ട് ചെയ്യാം. അതാണ് പാഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തിനാണോ പാഷൻ ഉള്ളത്? ഞാൻ പറയുകയാണെങ്കിൽ, ഹാരി പോട്ടർ എഴുതിയ വ്യക്തി, ആ വ്യക്തിക്ക് സ്റ്റോറി ടെല്ലിങ്ങിലായിരുന്നു പാഷൻ. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പാഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഞാൻ പറയണേ, എനിക്ക് ചെറുപ്പം മുതൽ ഡാൻസ് കളിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ടെന്ന്. ഈ ഒരു എക്സാമ്പിളാണ്. എനിക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല, അങ്ങനെ ആഗ്രഹമുണ്ടെന്ന് പറയാം. അങ്ങനെ ആഗ്രഹം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഡാൻസിൻ്റെ രീതിയിലാണ് പോകണം. നിങ്ങൾ സ്കൂൾ പഠിച്ച് +1 +2 പാസ്സായി ഇതൊന്നും വിചാരിച്ചാൽ ഇറ്റ്സ് ജസ്റ്റ് നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും പിന്നെ കുറച്ച് ഫൗണ്ടേഷനും കിട്ടും. അല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയറോ നിങ്ങളുടെ ലൈഫോ സക്സസ് ആകാൻ പോകുന്നില്ല. സോ നിങ്ങളുടെ ഡാൻസിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ഫോക്കസ് ചെയ്താൽ മതി. ജസ്റ്റ് +2 കഴിഞ്ഞിട്ട് നിങ്ങൾ ആക്ച്വലി എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡാൻസിന് വേണ്ടി നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യുക. മനസ്സിലായി? അല്ലാതെ നിങ്ങൾ ജസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ, ഈ ആമക്ക് മരം കയറാൻ പറ്റും, പോട്ടെ, ഈ ആനക്ക് മരം കയറാൻ പറ്റും? ഇല്ല. ഒരു കഥയിൽ പറയുന്നുണ്ട്, അത് എല്ലാ ജീവികൾക്കും ഒരേ ടാസ്ക് കൊടുത്താൽ അവരെങ്ങനെ ചെയ്യും? കാരണം അവരുടെ കഴിവുകൾ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യന്മാരുടെ ഓരോ പാഷനും കഴിവുകളും വ്യത്യസ്തമാണ്. നമ്മളെല്ലാവരും ഒരേ രീതിയിൽ ഒരേ കാര്യത്തിൽ വേണ്ടി പോകാനിരിക്കരുത്. ഞാൻ പറയുകയാണെങ്കിൽ, ആദ്യം ഞാൻ പറയുന്ന ഒരു കാര്യം, ടാക്ടിക്സ് ഫോളോ ചെയ്യണം. നിങ്ങൾ പ്ലാൻ ചെയ്യാൻ പഠിക്കണം, തന്ത്രശാലികളാവണം. നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം, ഇത് ചെയ്യുന്നാൽ എന്ത് ചെയ്യണം. ഇപ്പം ഞാൻ പെട്ടിരിക്കുകയാണ്, എനിക്കിപ്പോൾ സ്കൂളിൽ പോകണം, എൻ്റെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണെങ്കിൽ അതിനെങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, പാർട്ടായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കണം. അപ്പോഴേ നിങ്ങൾക്കൊരു ലൈഫിൽ ഞാൻ പറയാം, ലൈഫിൽ സക്സസ് ആവുമെന്ന് പറയുന്നത് ആക്ച്വലി ആൾക്കാരുടെ മുന്നിൽ നിങ്ങൾ വലിയ ഫേമസ് ആയിട്ടുള്ള ആളാവണം, അല്ലെങ്കിൽ നിങ്ങൾ വലിയ എന്താ പറയുക പണക്കാരാണെന്നൊന്നുമല്ല. ഒന്നും സക്സസ് അല്ല. അതൊക്കെ സക്സസ് ആണെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഫൂളിഷ്നെസ് ആണെന്ന് ഞാൻ പറയും. സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ പറയുകയാണെങ്കിൽ, എനിക്കൊരു ഓട്ടോ ഡ്രൈവർ ആവണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഞാൻ ഈ എക്സാമ്പിൾ പറയുമ്പോൾ എന്നെ കുറിച്ചിട്ടല്ല പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ വിചാരിച്ചിട്ട് ഇപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയും. സോ അതുകൊണ്ട് എന്താ, അയാൾക്ക് അതിലാണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയ കാര്യം. സോ ഇവിടെ സക്സസ് എന്ന് പറയുന്നത് പുറത്തെ ആൾക്കാരുടെ മുന്നിൽ കാണിക്കുന്നൊന്നുമല്ല. ഇവിടെ ജസ്റ്റ് ഡു വാട്ട് ലവ്. നിങ്ങൾ എന്താണ് ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ എന്ത് പ്രോസസ്സിനെയാണ്, നിങ്ങൾ എന്ത് കാര്യത്തെയാണ് സ്നേഹിക്കുന്നത്, അതിൽ നിങ്ങൾ ഫോളോ ചെയ്യാം. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ, ഒരാൾക്ക് വലിയ രീതിയിൽ പാഷൻ, അല്ലെങ്കിൽ അയാൾക്ക് ഒരുപാട് ഇഷ്ടമാണ് നീന്തൽ. സോ അയാളുടെ കരിയർ നീന്തലാണ്, അയാൾ അതിലേക്ക് പോകണം. നീന്തലുള്ള അവസരം എവിടെയാണോ അവിടേക്ക് ആൾ പോകണം. അതാണ് അതിൻ്റെ ശരി. നിങ്ങളുടെ പാഷൻ അതെന്താണ് നിങ്ങൾ കണ്ടെത്തിയാൽ പറ്റും. ഇതെന്തിനാണ് വീണ്ടും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബിക്കോസ് ഞാൻ ആ സിറ്റുവേഷൻ ഒന്ന് അനലൈസ് ചെയ്തു. എൻ്റെ സ്കൂളിലത്തെ സിറ്റുവേഷൻ, മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസിന് അവർ +1 വന്നത് എന്തിനാണെന്ന് പോലും അറിയില്ല. മനസ്സിലാകും? അപ്പോൾ നിങ്ങൾ ഈവൻ +2 മുന്നെങ്കിലും അല്ലെങ്കിൽ +2 ശേഷമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക, നിങ്ങളുടെ ആ ഒരു പാഷൻ, നിങ്ങളുടെ ഉള്ളിൽ ഇഷ്ടം എന്താണ്, നിങ്ങൾക്ക് എന്തിനോടാണ് ഇഷ്ടം. നിങ്ങൾ ഒരു ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഭാവിയിൽ എന്ത് ചെയ്യേണ്ടി വരും എന്നറിയോ? നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു ജോലി ചെയ്യേണ്ടി വരും. എന്തിന്? പൈസയ്ക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ ആക്ച്വലി ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ ഒരു സ്ലേവറി, അടിമയെ പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, തീരെ സന്തോഷമില്ലാത്ത ആളെ പോലെ പോകും. കാരണം 10 to ഞാൻ പറയുന്നത് രാവിലെ 10 മണി മുതൽ അല്ലെങ്കിൽ 8 മണി മുതൽ ഒരു രാത്രിൻ്റെ സമയം വരെ, അല്ലെങ്കിൽ വൈകുന്നേരം എത്ര സമയം മണിക്കൂറുകൾ നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരും. ആ ജോലി ഓക്കെ, ജോലി ചെയ്യണം, അത് ഫൈൻ. ബട്ട് നിങ്ങളത് ഇഷ്ടപ്പെടാത്തൊരു ജോലി കൂടിയാണെങ്കിൽ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതാണ് ഞാനും പറയുന്നത്. എന്തിന് ഇഷ്ടപ്പെടാത്ത ജോലി ചെയ്യണം? അത് മണിക്കൂറുകളുള്ള ജോലി ആയിക്കോട്ടെ,
എല്ലാവർക്കും അങ്ങനെ വലിയ വലിയ ആൾക്കാരാകാൻ പറ്റും, എല്ലാവർക്കും ബിസിനസ് മാൻ ആകാൻ പറ്റും? ഇല്ല. എല്ലാവർക്കും എപ്പോഴും മറ്റേ അവർ ജീവിക്കുന്ന വലിയ ആഗ്രഹമുള്ള കാര്യങ്ങൾ എത്താൻ പറ്റും? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വർക്ക് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങൾ ആ ഒരു ആഗ്രഹിക്കുന്ന ലൈഫിന് വേണ്ടിയിട്ടല്ല, പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കരിയറിന് വേണ്ടിയിട്ട്. ഡു ദാറ്റ്. അതായത് ജസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു റൈറ്റർ ആവണം ആഗ്രഹം എന്നുണ്ടെങ്കിൽ, ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, നിങ്ങൾ 2 കാര്യങ്ങളായിട്ട് ലിങ്ക് ചെയ്യണം. ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ കഴിവ്, രണ്ടാമതായി നിങ്ങളുടെ കരിയർ. അതായത് ഒരാൾക്ക് എഴുതാൻ നല്ല കഴിവുണ്ട്, അയാൾ അത് എന്ത് ചെയ്യണം? എഴുത്തുകാരൻ എന്നുള്ള ആ ഒരു കരിയറുമായിട്ട് എന്ത് ചെയ്യണം? ലിങ്ക് ചെയ്യണം. ഒരാൾക്ക് കാലുകൊണ്ട് നല്ല രീതിക്ക് ഡാൻസ് ചെയ്യാൻ വയ്ക്കും, സോ അയാൾ ആ ഒരു ഡാൻസിങ് സ്കില്ലിനെ ഡാൻസിങ് എന്ന കരിയറുമായിട്ട് ലിങ്ക് ചെയ്യണം. അതുപോലെ തന്നെ ഒരാൾക്ക് നല്ല രീതിക്ക് കാര്യങ്ങൾ പറയാൻ കഴിയും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നെപ്പോലെ യൂട്യൂബർ എന്നുള്ള ആ ഒരു കരിയറിലേക്ക് എന്ത് ചെയ്യണം? ലിങ്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ അതിനോട് ലിങ്ക് ചെയ്യണം. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ വെറുതെ നിങ്ങളൊരു കാര്യം ചെയ്തുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് സിനിമകൾ ഇമാജിൻ ചെയ്യാനും സിനിമകളിലെ ക്യാരക്ടറിനെ കുറിച്ച് എല്ലാത്തിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ട്, നല്ല രീതിക്ക് അതിനെ കുറിച്ചിട്ട് അത് ഉണ്ടാക്കാൻ അറിയാം. സോ അപ്പോൾ അത് ഡയറക്ടറിന് ആ ഒരു കരിയറായിട്ട് ലിങ്ക് ചെയ്യണം. അതുകൊണ്ട് നിങ്ങളുടെ കരിയർ എന്താണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ കഴിവുമായിട്ട് ലിങ്ക് ചെയ്യണം. നിങ്ങളുണ്ടായിരുന്ന ആ യുണീക്ക് സ്കില്ല് അതെന്താണ് നിങ്ങൾ കണ്ടെത്തണം. എനിക്ക് എന്ത് കഴിവാണുള്ളത്? ഇപ്പോൾ പലരും പറയും എനിക്ക് ഒരു കഴിവുമില്ലാന്ന്. ബട്ട് വായ്? നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ കഴിവ് കണ്ടെത്തിയിട്ടില്ല. ഓക്കെ, പ്രോബ്ലം അല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പ് കൂടി പറയാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് ഉണ്ടാവില്ല, ഈവൻ ഒരുപക്ഷെ അത് എന്താ പറയുക, മാത്സ് ആവാം, അല്ലെങ്കിൽ ബയോളജി ആവാം, അല്ലെങ്കിൽ അതൊരു കോഡിങ് ആവാം. അങ്ങനെ ഒരുപാടധികം സബ്ജക്റ്റ് ഇന്ന് ലോകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു സബ്ജക്റ്റ് ഉണ്ടാവും. സോ ആ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ എഫേർട്ട് എടുക്കുക. ലൈക്ക് മാസങ്ങൾ കൊണ്ടല്ല, വർഷങ്ങൾ കൊണ്ട്. 1 വർഷം, 2 വർഷം, 3 വർഷം, 4 വർഷം നിങ്ങൾ എഫേർട്ട് എടുത്തോടെ ഇരിക്കും. അല്ലാതെ നിങ്ങൾ അതിൽ ഒരുപാട് കാര്യം കണ്ടുപിടിക്കാൻ തുടങ്ങും, അതിൽ കൂടുതൽ അറിവുള്ളവരാകും. നിങ്ങൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെയാവും, ഐൻസ്റ്റീനെ പോലെയാവും. നിങ്ങൾ ആ ഒരു വിഷയത്തിൽ നിങ്ങളെ മാസ്റ്ററി എടുക്കണം. അതിൽ ജസ്റ്റ് ലൈക്ക് മാസ്റ്ററി, നിങ്ങൾ മാസ്റ്ററി എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു കാര്യമാണ്. സോ ഞാൻ പറയാം, 2 ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു. ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കഴിവും നിങ്ങളുടെ ആ ഒരു കരിയറുമായിട്ട് ലിങ്ക് ചെയ്യണം. മനസ്സിലായോ? നിങ്ങൾ ആദ്യം നിങ്ങളുടെ കഴിവ് കണ്ടെത്തണം. അതാണ് പോയിന്റ്. നിങ്ങൾ നിങ്ങളുടെ കഴിവ് കണ്ടെത്തിയേ പറ്റൂ. ഇപ്പോൾ നിങ്ങളുടെ കഴിവ് കണ്ടെത്തിയിട്ടില്ല, നിങ്ങൾക്ക് കരിയറുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു സബ്ജക്റ്റ് എടുക്കുക. ഒരു സബ്ജക്റ്റ് ലൈക്ക് ഇത് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ ഡീപ്പായിട്ട് വർക്ക് ചെയ്യുക. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് അറിയും? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ജസ്റ്റ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിനെ ഫോളോ ചെയ്യാൻ മാത്രമാണ്. ഞാൻ പറയും, സ്കൂളിൽ പഠിപ്പിക്കുന്ന ഫിസിക്സ് മാത്രമല്ല ഫിസിക്സിന് ഒരുപാടധികം ഫിസിക്സ് ഈസ് ഈ വൈഡ്, വിശാലമായ ഫിസിക്സാണ്. ഇന്ന് 10ാം ക്ലാസ്, അല്ലെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ 13 വയസ്സായിട്ടുള്ള ഒരു ചെറുക്കൻ, അവനെന്ത് വൈറ്റ് ഹോളിനെ കുറിച്ചൊക്കെ ഫിസിക്സിൽ പറയുന്നുണ്ട്. അവനെന്താ സ്കൂളിൽ പോയിട്ട് അതൊക്കെ പറയുന്നത്? അല്ല, ജസ്റ്റ് ലൈക്ക് അവനൊരു ആ ഒരു ഫിസിക്സിനോട് തോന്നിയ ആ ഒരു ക്യൂരിയോസിറ്റി അവൻ മനസ്സിലാക്കി. അവിടെയാണ് തൻ്റെ കഴിവുള്ളത്, അവിടെയാണ് തൻ്റെ കരിയറുള്ളത്. അതാണ് ഞാനും പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിലേക്ക് നിങ്ങൾ പോകണം. ജസ്റ്റ് ലൈക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് എടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ദാറ്റ് മീൻസ് ക്യൂരിയോസിറ്റി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് നിങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിൽ നിങ്ങൾ ഡീപ്പായിട്ട് വർക്ക് ചെയ്യുക. അവനെപ്പോലെ നിങ്ങളും ചിലപ്പോൾ നാളെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള അല്ലെങ്കിൽ ഒരുപാടധികം ഉയരങ്ങളിലേക്ക് എത്തേണ്ട ഒരു വ്യക്തിയായി മാറും. അത് ഞാനും പറയുന്നത്. നിങ്ങൾ അവനെപ്പോലെ, ഞാൻ അവനെ കണ്ടുപഠിക്കുന്നല്ല പറയുന്നത്, ബട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ എടുക്കുക. അതിനുവേണ്ടി നിങ്ങൾ ഡീപ്പായിട്ട് വർക്ക് ചെയ്യുക. സ്കൂളിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകരുത്. എന്ന് കരുതി സ്കൂൾ മുഴുവനായിട്ട് ഒഴിവാക്കാൻ നിൽക്കരുത്. കാരണം നമ്മുടെ സിറ്റുവേഷൻസ് അതെപ്പോഴും നമ്മൾ ആലോചിക്കണം. ഞാൻ എന്ത് സിറ്റുവേഷനിലാണുള്ളത്, എൻ്റെ ഫാമിലിയുടെ സിറ്റുവേഷൻ എന്താണ്, അതൊക്കെ മനസ്സിലാക്കിയിട്ട് എടുക്കണം. എന്ന് കരുതി അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ സ്കൂളിലെ സിറ്റുവേഷൻ തന്നെയാണ് ഭാവിയിലുള്ളത്. നമ്മൾക്ക് എത്ര ഇഷ്ടങ്ങളുണ്ടെങ്കിലും സിറ്റുവേഷൻ കാരണം നമ്മൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു. പക്ഷേ നമ്മൾ അപ്പോഴും അത് ചെയ്ത് എങ്ങനെ ശരിയാവുന്നു? അതുകൊണ്ട് ഞാൻ പറയാനുള്ളത് ബുദ്ധിപൂർവ്വം ചെയ്യുക. ലൈക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങൾ എത്ര സ്കൂൾ, കഴിഞ്ഞ പ്രാവശ്യം പൂജയ്ക്ക് ഒരു 10 ദിവസം സ്കൂൾ ലീവ് കിട്ടി. ഇപ്പോൾ ആ ഒരു ശനി ഞായറും ഞാനിപ്പോൾ ഇന്ന് ലീവ് എടുത്തിട്ടാണ്, അപ്പോൾ ഒരു 4 ദിവസം എനിക്ക് ലീവ് കിട്ടും. അങ്ങനെ എത്ര ലീവ്, എത്ര ടൈമാണ് ഈ സ്കൂളിൻ്റെ ഇടയിലും. ഈ സ്കൂള് ഇനിയിപ്പോൾ +1 കഴിഞ്ഞാൽ 2 മാസം ലീവ് കിട്ടും. ഇത്രയും സമയം നമുക്കുണ്ട്. ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. ഇങ്ങനെ എത്ര സമയങ്ങളുണ്ട്. നമ്മൾ റീൽസ് സ്ക്രോൾ ചെയ്യുക, അത് കാണുക, ഇതൊക്കെ പറഞ്ഞ സമയം കളയുന്നതിനുപരി നമ്മൾ നമ്മുടെ ആ ഒരു പാഷന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുക. അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് എക്സാമിൽ പാസ്സായാൽ മതി, നോ പ്രോബ്ലം. സ്കൂളുകാർക്കും വേണ്ടത് അതാണ്. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ എക്സാമിൽ പാസ്സാവുക, +1 +2. ആഫ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു പാഷൻ എന്താണ്, നിങ്ങളുടെ സ്കിൽ എന്താ, അതായിട്ട് ലിങ്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾ ക്യൂരിയസ് ആയിട്ടൊരു കാര്യം ഉണ്ടാവും. ഞാൻ പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ എല്ലാ സമയത്തും ഇങ്ങനെ എന്ത് ചെയ്യുമായിരുന്നു അറിയോ, ജസ്റ്റ് സിനിമ കാണുമായിരുന്നു. അപ്പോൾ എനിക്ക് ക്യൂരിയസ് ആയി, എങ്ങനെയാണ് ഈ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ ആരാ തുടങ്ങിയത്, ഇത് എവിടുന്നാണ് വന്നത്, അല്ലെങ്കിൽ ഇത് അടിപൊളിയാണോ, എനിക്കിങ്ങനെയൊക്കെ സിനിമ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാലോ. അതാണ് ക്യൂരിയോസിറ്റി.
അവിടെ പിടിച്ച് തുടങ്ങണം നമ്മൾ. സിനിമയിലേക്ക് അങ്ങോട്ട് ഒരു കുളം കണ്ടു നമ്മൾ, ആ കുളം അടിപൊളിയാണ്, നമ്മളങ്ങ് ചാടിയേക്കണം, പിന്നെ ആഴത്തിലോട്ട് അങ്ങോട്ട് പോകണം. അതേപോലെയാണ്, ജസ്റ്റ് അങ്ങോട്ട് കാണണം ആ ഒരു സിനിമ. ജസ്റ്റ് ലൈക്ക് അതിലെ ആഴത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കണം, ക്രിയേറ്റ് ചെയ്യണം, പല കാര്യങ്ങൾ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കണം. അവിടെയാണ് നമ്മൾ നമ്മുടെ ഒരു കരിയർ ബിൽഡ് ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ്. അതന്നെ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ആ ഒരു ക്യൂരിയോസിറ്റിയോടെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും. ഒരു അതാണ് ആഗ്രഹവും ഇഷ്ടം എന്നൊക്കെ പറയുന്നത്. ആ ഒരു ഇൻട്രസ്റ്റ് അതില്ലാതെ നമ്മളൊരു കാര്യവും ചെയ്യേണ്ട ആവശ്യമില്ല. സോ ജസ്റ്റ് ഞാൻ 2 കാര്യം ഒന്നുകൂടി പറയാം. ഒന്ന്, നിങ്ങളുടെ കരിയറും നിങ്ങളുടെ കഴിവുമായിട്ട് ലിങ്ക് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഏറ്റവും ക്യൂരിയസ് ആയിട്ടുള്ള ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് എടുത്ത് അതിൽ മാസ്റ്റർ ചെയ്യാം. അപ്പോൾ 2 പോയിന്റ് ഞാൻ പറഞ്ഞു.